ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി പഠിച്ചു നേടാം ITക്ക് A+. 10ാം ക്ലാസ് IT പാഠപുസ്തകത്തിലെ മുഴുവൻ പാഠങ്ങളും വീഡിയോ രൂപത്തിൽ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായി പഠിക്കാം. QGIS-ഉമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. പഞ്ചായത്ത് മാപ്പ് .QGIS എന്ന് പറയുന്ന ഫയൽ തുറന്ന് ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്ന ലെയർ ഡിസ്പ്ലേ ചെയ്യണം. ന്യൂ പ്രിൻ്റ് കമ്പോസർ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് അത് ചേർത്തിട്ട് അതിൽ ലേബലും ലെജൻഡും ചേർക്കുക എന്നതാണ് ചോദ്യം. ആപ്ലിക്കേഷൻ സയൻസ് ക്വാണ്ടം GIS എന്ന ക്രമത്തിൽ QGIS തുറക്കുക. പ്രൊജക്റ്റ് ഓപ്പൺ പ്രൊജക്റ്റ് ഇവിടെ വന്നു അതിന് തുറക്കുന്നു. അതിൽ ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്ന ആ ലെയർ ദൃശ്യമാക്കുക എന്ന് പറയുന്നതാണ് ആവശ്യം. അതിനായി ആ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുകയേ വേണ്ടൂ. ചെക്ക് ബോക്സ് ശരിയാകാൻ വരുമ്പോൾ ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്ന ഇത് വരുന്നുണ്ട്. ഇനി ന്യൂ പ്രിൻ്റ് കമ്പോസറിലേക്ക് ഈ മാപ്പിനെ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിനായി പ്രൊജക്റ്റ് ബട്ടണിൽ നിന്നും ന്യൂ പ്രിൻ്റ് കമ്പോസർ പ്രൊജക്റ്റ് ന്യൂ പ്രിൻ്റ് കമ്പോസർ ഒരു ടൈറ്റിൽ കമ്പോസറിന് ടൈറ്റിൽ നൽകണം. അതിനുശേഷം ആഡ് മാപ്പ് ടൂൾ ഉപയോഗിച്ച് ഇതിലേക്ക് ഇതിനെ ആഡ് ചെയ്യാം. ആഡ് ന്യൂ മാപ്പ് ടൂൾ ക്ലിക്ക് ചെയ്യുക. ഒരു ചതുരം വരയ്ക്കുക. മൗസ് ക്ലിക്കിലൂടെ ഒരു ചതുരം വരയ്ക്കുക. ആ ചതുരത്തിനുള്ളിലേക്ക് മാപ്പ് ചേർത്തിട്ടുണ്ടാവും. പുതിയ അതിനൊരു ലേബലും ലെജൻഡും ചേർക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനായി ലേബൽ ചേർക്കുന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് മാപ്പിൻ്റെ രണ്ടാമത്തെ ടൂള് താഴേക്കുള്ള രണ്ടാമത്തെ ടൂള് ആഡ് ന്യൂ ലേബൽ. ഒരു ചെറിയ ചതുരം വരയ്ക്കുക. ആ ലേബലിനെ എഡിറ്റ് ചെയ്യാം. വലതുവശത്തുള്ള ഐറ്റം പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഐറ്റത്തിലെ ഐറ്റം പ്രോപ്പർട്ടീസ് ജാലകത്തിൽ നിന്ന് നമുക്കതിൻ്റെ പേര് മാറ്റാം. ഫോണ്ട് ടാബിൽ നിന്നും ഫോണ്ടിൻ്റെ വലിപ്പം നമുക്ക് ക്രമീകരിക്കാം. അപ്പിയറൻസ് എന്ന് പറയുന്ന ടാബിലുള്ള മറ്റ് സങ്കേതങ്ങളോട്ട് കിടക്കേണ്ടതില്ല. ഫോണ്ട് ടാബിൽ നിന്നും ഫോണ്ടിൻ്റെ വലിപ്പം കൂട്ടി വരിക. OK ബട്ടൺ അമർത്തിയാൽ അത് വലുതായിട്ട് ആ ടൈറ്റിൽ ആ ലേബിൾ വലുതായിരിക്കുന്നത് കാണാം. ഇനി ഇതിലേക്കൊരു ലെജൻഡ് ഉൾപ്പെടുത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഓരോന്നും എന്തിനു സൂചിപ്പിക്കുന്നുവെന്ന് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. അതിനായി ലെജൻഡ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് മാപ്പിൽ ക്ലിക്ക് ചെയ്യേ വേണ്ടൂ. ആഡ് ന്യൂ ലെജൻഡ് ടൂൾ ഉപയോഗിച്ച് മാപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ലെജൻഡും വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു PNG ഫോർമാറ്റിലോട്ട് എക്സ്പോർട്ട് ചെയ്യണം. കമ്പോസർ മെനുവിൽ നിന്ന് എക്സ്പോർട്ട് ആസ് ഇമേജ് സെലക്ട് ചെയ്യുക. ഫയൽ പേര് നൽകി PNG ഫോർമാറ്റാണ്, പേര് നൽകി സേവ് ചെയ്യുക. ആ ഫയൽ PNG ആയിട്ട് എക്സ്പോർട്ട് ആയിട്ട്. IT വീഡിയോ ക്ലാസുകൾ ഇനി മൊബൈൽ ആപ്പിലും. പ്ലേ സ്റ്റോറിൽ നിന്നും വിപിൻ മഹാത്മാ മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.